നമസ്കാരം. പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന്റെയും ബിൽ അപ്ഡേഷന്റെയും പേരിൽ സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പുകൾ സജീവമാകുന്നതായി കേരള പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം. സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവും ഉപഭോക്താക്കളുടെ തിരക്കും മുതലെടുത്താണ് തട്ടിപ്പുകാർ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുന്നത്. സാധാരണക്കാരായ ഉപഭോക്താക്കളെ ഭയപ്പെടുത്തി അവരുടെ ബാങ്ക് വിവരങ്ങൾ കൈക്കലാക്കുക എന്നതാണ് ഇത്തരം സംഘടനകളുടെ പ്രധാന ലക്ഷ്യം. മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒരു ടെക്സ്റ്റ് സന്ദേശത്തിലൂടെയാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത്. നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്തതിനാൽ സിലിണ്ടർ വിതരണം തടസ്സപ്പെടുമെന്നോ അല്ലെങ്കിൽ കുടിശ്ശിക ഉടൻ തന്നെ അടച്ചില്ലെങ്കിൽ കണക്ഷൻ റദ്ദാക്കുമെന്നോ ഉള്ള രീതിയിലാകും ഈ സന്ദേശങ്ങൾ. സന്ദേശത്തിനൊപ്പമുള്ള നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ തട്ടിപ്പുകാർ നിങ്ങളോട് വാട്സാപ്പ് വഴി സംസാരിക്കുകയും വിവരങ്ങൾ ശരിയാക്കാനായി ഒരു APK ഫയൽ അയച്ചു നൽകുകയും ചെയ്യുന്നു. ഈ APK ഫയല് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെയാണ് തട്ടിപ്പിന്റെ അപകടകരമായ ഘട്ടം തുടങ്ങുന്നത്. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഫോണിന്റെ നിയന്ത്രണം ഹാക്കർമാർക്ക് നൽകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ഫോണിലെ ഗാലറി, കോണ്ടാക്റ്റുകൾ, ക്യാമറ എന്നിവ ഹാക്കർമാർക്ക് കാണാൻ സാധിക്കും. കൂടാതെ ബാങ്കിൽ നിന്ന് വരുന്ന OTP സന്ദേശങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ അവർക്ക് ചോർത്തുവാനും ഇതിലൂടെ ബാങ്ക് അക്കൗണ്ടിനുള്ളിലുള്ള പണം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തട്ടിയെടുക്കുവാനും സാധിക്കും. ഗ്യാസ് ബുക്കിങ്ങിന് പുറമെ KSEB വൈദ്യുതി ബില്ല് കുടിശ്ശികയുടെ പേരിലും സമാനമായ തട്ടിപ്പുകൾ നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. രാത്രി സമയങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിക്കുമെന്ന് ഭീതിപ്പെടുത്തി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യിക്കുന്നതാണ് ഇവരുടെ രീതി. ഗ്യാസ് സബ്സിഡി തുക ബാങ്കിൽ എത്തിയിട്ടില്ലെന്നും അത് ശരിയാക്കുവാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെന്നും പറയുന്ന വ്യാജ സന്ദേശങ്ങളും ഇപ്പോൾ വ്യാപകമാണ്. ഇത്തരം ലിങ്കുകൾ വഴി ഉപഭോക്താവിന്റെ ബാങ്ക് വിവരങ്ങൾ, UPI പിൻ നമ്പറും ഹാക്കർമാർക്ക് കൈക്കലാക്കാനാകും. സുരക്ഷയ്ക്കായി ഉപഭോക്താക്കൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാട്സാപ്പ് വഴിയോ SMS വഴിയോ ലഭിക്കുന്ന അപരിചിതമായ APK ഫയലുകൾ യാതൊരു കാരണവശാലും ഇൻസ്റ്റാൾ ചെയ്യാൻ പോകരുത്. സിലിണ്ടർ ബുക്കിങ്ങിനും പേയ്മെന്റിനുമായി ഗ്യാസ് ഏജൻസികളെയോ ഔദ്യോഗിക വെബ്സൈറ്റുകളോ മൊബൈൽ നമ്പറോ ആപ്പുകളോ, ഉദാഹരണത്തിന് ഇന്ത്യൻ ഓയിൽ 1, HB Pay, Hello BPCL മാത്രം ഉപയോഗിക്കുക. അടിയന്തര സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ പരിഭ്രാന്തരാകാതെ നിങ്ങളുടെ ഗ്യാസ് ഏജന്റുമായി നേരിട്ട് ബന്ധപ്പെട്ട് സത്യാവസ്ഥകൾ ഉറപ്പുവരുത്തുക. ഒരു കാരണവശാലും നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളോ പാസ്വേഡുകളോ അപരിചിതമായ വെബ്സൈറ്റുകളിലോ ആപ്പുകളിലോ നൽകാൻ പാടില്ല. അറിയാതെ ഇത്തരം തട്ടിപ്പിന് ഇരയായാൽ ഒട്ടും സമയം കളയാതെ തന്നെ 1930 എന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പണം നഷ്ടപ്പെട്ട് ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പരാതിപ്പെടുന്നത് തുക തിരിച്ചു കിട്ടാൻ സാധ്യത വർദ്ധിപ്പിക്കും. ഇത്തരം വ്യാജ തട്ടിപ്പുകളെ കുറിച്ചുള്ള സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് അവരെയും സുരക്ഷിതരാക്കുക. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.